ചെയ്യണോ? വിളിക്കട്ടെ തിരിച്ചേട്ടാ. Good evening. എങ്ങനെയുണ്ട് അവിടെ? സുഖം, കുഴപ്പമില്ലാതെ അങ്ങനെ പോണു. അവിടെ ലോക്ക്ഡൌൺ ഒക്കെയാണ് ഇപ്പോഴും? ഇല്ല, ലോക്ക്ഡൌൺ കഴിഞ്ഞു, കുഴപ്പമില്ല. അടുത്ത ആഴ്ച തൊട്ട് കോളേജ് തുടങ്ങും. ഇപ്പൊ കോളേജ് ഇല്ല? ഇല്ല, ഇപ്പൊ ഓൺലൈൻ ആയിരുന്നു. അടുത്ത ആഴ്ച തൊട്ട് കോളേജിൽ പോയി. അവിടെ ഇപ്പൊ സമയം എന്തായി? ഇവിടെ 6:06. 2.5 മണിക്കൂർ. ഹലോ, എല്ലാരും വീഡിയോ ഒന്ന് ഓൺ ആക്കുമായിരുന്നെങ്കിൽ നല്ലായിരിക്കും. ഓക്കെ, കാരണം നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീഡിയോ ഓൺ ആയാലും മാത്രമാണ് നിങ്ങളുടെ അത് കാണത്തുള്ളൂ. റെക്കോർഡിങ് കഴിഞ്ഞ് വീഡിയോ ആയിട്ട് വരും, അല്ലെങ്കിൽ കാണത്തില്ല. അതുകൊണ്ട് പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്യാറായ സമയം? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഫെബി പോട്ടെ. ഫെബി സ്റ്റാർട്ട് ചെയ്യും. ഫെബി അൺമ്യൂട്ട് ചെയ്യണേ. Screen sharing available on. കാണാമോ എല്ലാവർക്കും? കാണാം. യെസ്. ഇത് പഴയ പാട്ടാ, നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാവോ കൂടെ പഠിക്കാം. This is my desire to honor you, Lord, with all my heart. I worship you. All I have within me, I give you praise. All that I adore is in you. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake, Lord, have your ways in me. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake, Lord, have your ways in me. This is my desire
to honor you. Lord, with all my heart, I worship you. All I have within me, I give you praise. All that I adore is in you. Lord, I give you my heart, I give you my soul. I live for you alone. Every breath that I take, every moment I'm awake, Lord, have your ways in me. രണ്ടാമത് നമുക്ക് അറിയാവുന്ന പാട്ടാ ദേവാദിദേവൻ തൻ കരം നീട്ടി. ദേവാദിദേവൻ തൻ കരം നീട്ടി ജീവിതയാത്രയിൽ നടത്തിടുന്നു. ദേവാദിദേവൻ തൻ കരം നീട്ടി ജീവിതയാത്രയിൽ നടത്തിടുന്നു. ജീവൻ നൽകി എന്നെ സ്നേഹിച്ച നാഥ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ജീവൻ നൽകി എന്നെ സ്നേഹിച്ച നാഥ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. കാലൊന്നിടരുമ്പോൾ തുണയായി എന്നരികിൽ വന്നെത്തുന്നു സ്നേഹനാഥൻ. വഴികാട്ടിയാ Hold on to him. Hold on to him. Hold on to him. Hold on to him. ആകരത്തിൽ മാത്രമേ ശരണമൻ പൊന്നേശവേ. ആകരത്തിൽ മാത്രമേ ശരണമൻ പൊന്നേശവേ. അങ്ങില്ലാതെ എനിക്കൊന്നും സാധ്യമല്ലല്ലോ, എനിക്കൊന്നും സാധ്യമല്ലല്ലോ. കാലം ഇടരുമ്പോൾ തുണയായി എന്നരികിൽ വന്നെത്തുന്നു സ്നേഹനാഥൻ. വഴികാട്ടിയാ Hold on to him. Hold on to him. Hold on to him. Hold on to him. Okay, next Sarah Bible വായിക്കുന്നത്. Isaiah chapter 8 verses 11 to 18. With his great power, the Lord warned me not to follow the path which the people were following. He said, "Do not join in the schemes of the people, and do not be afraid of the things that they fear. Remember that I, the Lord Almighty, am holy. I am the one you must fear. Because of my awesome holiness, I am like a stone that people stumble over. I am like a trap that will catch the people of the kingdoms of Judah and Israel and the people of Jerusalem. Many will stumble, they will fall and be crushed. They will be caught in a trap. You, my disciples, are to guard
and preserve the messages that God has given me. The Lord has hidden himself from his people, but I trust in him and place my hope in him. Here I am with the children the Lord has given me. The Lord Almighty, whose throne is on Mount Zion, has sent us as living messages to the people of Israel. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളകൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്രോതസ്ഥ പിതാവേ, ഈ ഒരു സമയത്ത്, ഈ ഒരു ക്രിട്ടിക്കൽ സമയത്ത് നിങ്ങളുടെ തിരുമുമ്പിൽ യുവജന സഖ്യമായി അടുത്തിടെ ഞങ്ങളെ സഹായിച്ചതോടത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവ്. എല്ലാവരും ഒത്തൊരുമയോടെ ഇന്ന് യുവജന സഖ്യം മീറ്റിംഗിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടല്ലോ കർത്താവ്. ഇന്ന് ഞങ്ങൾ 2 സെക്ഷൻ ഉണ്ടല്ലോ കർത്താവ്. 2 സെക്ഷൻ ജിപ്പിച്ചേട്ടനെയും ജോൺ അച്ഛനെയും ഞാൻ നിങ്ങളുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ്. നിങ്ങളുടെ അവരുടെ വഴിയായി നിങ്ങൾക്ക് പറയാനുള്ള വാക്കുകളെല്ലാം നീ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ട് ഉത്തരം പറയണമേ. ആമേൻ. അപ്പോ ഇന്ന് നമുക്ക് 2 സെഷനാണ് ഉള്ളത്. അപ്പോ ഫസ്റ്റ് സെഷൻ എടുക്കുന്നത് നമ്മുടെ ജിബിച്ചേട്ടനാണ്. അപ്പോ ജിബിച്ചേട്ടനെ ഞാൻ നമ്മുടെ ഈ യുവജന സഖ്യത്തിന്റെ ഇതിലോട്ട് സ്വാഗതം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, കാരണം ജിബിച്ചേട്ടൻ നമ്മുടെ ഒരു യൂത്ത് തന്നെയാണ് ഇപ്പോഴും. അപ്പൊ ജിബിച്ചേട്ടനെ ഞാൻ നമ്മുടെ യുവജന സഖ്യം മീറ്റിംഗിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് സെഷൻ എടുക്കുന്നത് നമ്മുടെ റവറൻ ജോൺ ഗീവർഗീസ് അച്ഛനാണ്. അച്ഛൻ ഇന്നിപ്പോ വന്നിട്ടുണ്ട്, നമ്മുടെ ലോഗിനിൽ കയറിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ നമ്മുടെ അസിസ്റ്റന്റ് വികാരിയാണ്, കാക്കനാട് ക്രിസോസ്റ്റം മർത്തോമ പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയാണ്. അപ്പൊ അച്ഛനെയും ഞങ്ങളുടെ യുവജന സഖ്യത്തിന്റെ ഇതിലൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ജിബിച്ചേന്റെ സെഷനാണ്. അപ്പൊ ഞാൻ ജിബിച്ചേനെ നമ്മുടെ ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ് ഓൾ. നിങ്ങളെ എല്ലാവരെയും കുറെ നാൾക്ക് ശേഷം കാണുന്നതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? എല്ലാവർക്കും കേൾക്കുന്നുണ്ട്. നമ്മള് എത്ര നാളിലായി പള്ളിയിലൊക്കെ വന്ന് ഒത്തുകൂടിയിട്ട്, പള്ളിയിൽ ഒന്ന് വന്നിട്ട് ശരിക്കും അതൊക്കെ വളരെയായിട്ട് നമ്മൾ ഈ അവസരത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ യുവജന സഖ്യത്തില് നിങ്ങളോട് എന്തെങ്കിലും ക്ലാസ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരുപാട് നാളുകളായി. ഞാൻ യുവജന സഖ്യത്തിലില്ല, എന്നാലും നിങ്ങളെല്ലാവരും എന്നോട് എപ്പോഴും ആ പഴയ സ്നേഹമൊക്കെ എപ്പോഴും കാണിക്കുന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഈ യുവജന സഖ്യത്തിന്റെ ഒരു കാലഘട്ടമാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ലൈഫിലെ ഏറ്റവും എനർജറ്റിക് ആയ സമയവും നമ്മളെപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഈ യുവജന സഖ്യം, യുവജന കാലഘട്ടം. അതൊരു 35 വയസ്സ് വരെ നമുക്ക് എങ്ങനെയെങ്കിലും ഓടിക്കാൻ പറ്റുള്ളൂ. 35 വയസ്സ് കഴിഞ്ഞാൽ ചോദിക്കും, എല്ലാവരും പറയും ഇവരെന്തിനാ യുവജന സഖ്യത്തിൽ കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വല്ല ഗൾഫ് രാജ്യങ്ങളിൽ പോകണം, അവിടെ ഒരു 50 വയസ്സ് വരെയൊക്കെ യുവജന സഖ്യം ഓടും, അത് കുഴപ്പമില്ല. ഇവിടെ 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ വലിയ പാടാണ്. അപ്പൊ നിങ്ങളുടെ ഈ 35 വയസ്സുള്ള ഈ കാലഘട്ടത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പള്ളിയിൽ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടം നിങ്ങൾ മാക്സിമം ഷൈൻ ചെയ്യണം എന്നാണ് പറയുന്നത്. എല്ലാവരും യുവജന സഖ്യത്തില് റെഗുലറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് നിങ്ങൾ ഒരിക്കലും ഒരാൾ പോലും മാറിയിരിക്കരുത്. കാരണം ഈ കാലഘട്ടം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പള്ളിയിൽ നമുക്ക് ഇരിക്കാൻ മറ്റു വേദികളില്ല ഒരു പ്രായത്തുനിന്ന് വരെ. സാധാരണഗതിയിൽ യുവജന സഖ്യം കഴിഞ്ഞാൽ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോം ഇല്ല. പിന്നെ ഉള്ളത് ഇടവ മിഷനാണ്. ഇടവ മിഷൻ നല്ല പ്ലാറ്റ്ഫോം അല്ലെന്നല്ല, ഇടവ മിഷനിൽ പൊതുവെ പ്രായമുള്ള ആൾക്കാരുടെ ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ള ചിന്തയുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ യുവജന സഖ്യം കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എന്തെങ്കിലും പങ്കെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ സഭയ്ക്കില്ല. ഒരിടയ്ക്ക് നമ്മുടെ പള്ളിയിൽ യങ് കപ്പിൾ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു. ഈ സഖ്യത്തിൽ കഴിഞ്ഞ ആളുകൾക്ക് കപ്പിൾ ആയിട്ട് നമുക്ക് ആ മീറ്റിംഗിൽ പങ്കെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അവസരം ഉള്ളതായിരുന്നു. അതിപ്പോ കുറച്ചാള് നമ്മൾ നടത്തിയിട്ട് പിന്നെ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം കുറച്ച് യുവജന സഖ്യ അംഗങ്ങളായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ പള്ളിയിൽ യുവജന സഖ്യത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുക്കാനായിട്ട് ആൾക്കാരില്ല, ആർക്കും താല്പര്യമില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞത്, നമ്മുടെ ഒരു സംഘടന നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എത്രയോ ആളുകൾ അതിന്റെ പുറകില് അധ്വാനിച്ചിട്ടാണ് ഒരു സംഘടന നമ്മൾ വളർന്നു വരുന്നത്. ഒരു സംഘടനയിലെ ഭാരവാഹിത്വം ഏറ്റെടുക്കാനും യുവജന സഖ്യം നമുക്ക് പെട്ടെന്ന് നിർത്താനും ഒക്കെ പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. സ്റ്റോപ്പ് ചെയ്യാനായിട്ട് യാതൊരു പ്രയാസമില്ല, എപ്പോൾ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇത്രയും വർഷം പാരമ്പര്യമായ ഒരു പള്ളിയുടെ ഒരു യുവജന സഖ്യം
അത് തുടർന്ന് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എല്ലാവരുടെ കഴിവുകൾ കൊണ്ടാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പല അവസരങ്ങളും നമുക്ക് യുവൻ സഖ്യത്തിൽ ഇതുപോലെ വന്നിട്ടുണ്ട്. കാരണം വളരെ സജീവമായി നിൽക്കുന്ന ആൾക്കാർ പ്രായം ആകുമ്പോൾ അവർക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന ഒരു പ്രോസസ്സ് വരുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഒരു പേടിയാണ് ഏറ്റെടുക്കാൻ. ഒന്നുമല്ല, കുറച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു വൈമുഖ്യമാണ് അതിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അതിലേക്കൊന്ന് വരാനായിട്ട്. പക്ഷെ സീനിയർ ഫ്രണ്ട്സ് ഒക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഞാനൊക്കെ 10th സ്റ്റാൻഡേർഡ് മുതൽ യുവൻ കയറിയപ്പോൾ അന്നുണ്ടായിരുന്നത് ബാബുച്ചാനും അജീഷ് ചേട്ടൻ ഒക്കെ ആയിരുന്നു. ടോമുണ്ട്, ലൂക്കോസ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ആയിരുന്നു ആ സമയത്ത് സീനിയർ മെമ്പേഴ്സ്. അപ്പൊ അവരൊക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് കയറി യുവൻ സഖ്യത്തിലേക്ക് വന്നത്. അപ്പോൾ അജീഷ് ചേട്ടനൊക്കെ ആണെങ്കിൽ എപ്പോഴും നമ്മൾ ക്യാമ്പിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ അജീഷ് ചേട്ടൻ്റെ ഒരു പരിപാടി ഉണ്ട്. നമ്മൾ വെറുതെ ബാക്കിലൊക്കെ വെറുതെ ഇങ്ങനെ വളരെ ലേസി ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും. അല്ലെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴേ അജീഷ് ചേട്ടൻ പുറകുനിന്ന് തോണ്ടി അങ്ങ് വിളിക്കും, ജിബി അടുത്ത മീറ്റിംഗ് പോയി അടുത്ത ഗസ്റ്റിന് അങ്ങ് വെൽക്കം പറഞ്ഞോളണം. നമുക്കിത് വല്ല പിടിയുണ്ടോ? നമ്മൾ അജീഷ് ചേട്ടൻ എങ്ങനെയും തള്ളി വിടും, പോയി ഗസ്റ്റിനെ വെൽക്കം ചെയ്യാൻ പറഞ്ഞു. പിന്നെ ചില നേരത്ത് പറയും ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഇതൊക്കെ അജീഷ് ചേട്ടൻ പറയുമ്പോൾ അന്ന് അജീഷ് ചേട്ടൻ ദേഷ്യം തോന്നിയിരുന്നു. കാരണം ഈ മനുഷ്യനെന്ത് എപ്പോഴും നമുക്ക് കിട്ടി പണിപ്പാര വയ്ക്കുന്നത്. പക്ഷെ ആ അജീഷ് ചേട്ടൻ അന്ന് ചെയ്തിരുന്ന ആ ഒരു കാര്യം കൊണ്ട് നമുക്കൊരു ഓഡിയൻസിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ചമ്മലും, നമുക്ക് എങ്ങനെ ഒരു ഗസ്റ്റിനെ നമുക്ക് വെൽക്കം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഈ ഒരു കാലഘട്ടം നമുക്ക് ഇനി തിരിച്ചു കിട്ടില്ല, അത് കഴിഞ്ഞു പോയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരണം. നമുക്കിപ്പോ ഒരു സെക്രട്ടറി ആവുക, ട്രഷറർ ആവുക, ജോയിന്റ് സെക്രട്ടറി, അങ്ങനെയുള്ള ലേഡി സെക്രട്ടറി പോസ്റ്റുകളൊക്കെ ഏറ്റെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആപ്പാട് ചെയ്യുന്നത് നമ്മൾ ഞായറാഴ്ചകളിൽ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം, പിന്നെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടത്തണം, പിന്നെ എന്തെങ്കിലും ഒരു സോഷ്യൽ വർക്ക് പോലെ എന്തെങ്കിലും ചെയ്യണം. അതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു എൻ്റെ ഒരു ക്ലാസിന്റെ ഭാഗമായിട്ടുള്ള കാര്യം പറഞ്ഞതല്ല, എന്നാലും അങ്ങനെ കേട്ടപ്പോൾ ഒരു കാര്യം സജസ്റ്റ് പറയണമെന്ന് തോന്നി. കാരണം ഇത്രയും വർഷം നമുക്ക് പാരമ്പര്യമുള്ള യുവൻ സഖ്യമാണ്, നമുക്ക് അങ്ങനെ നിർത്താനൊന്നും പറ്റില്ല. നമ്മൾ മുന്നോട്ട് കൊണ്ട് പോകണം, ആരിലേക്ക് മുന്നോട്ട് വരണം. എല്ലാവരും സീനിയർ മെമ്പേഴ്സൊക്കെ നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞാനിപ്പോ ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോ ഈ കൊറോണ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ നമുക്ക് ഒരുപാട് ക്രൈസിസ് ഉള്ള സമയമാണ് നമുക്കിപ്പോ. ഇതെങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും? കൊറോണ കാലം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. വലിയ ഡീപ്പായിട്ടുള്ള ക്ലാസ് ഒന്നുമല്ല, എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ് എടുക്കാനായിട്ടുള്ള നമുക്ക് മനു 2 ആഴ്ച മുമ്പ് പറഞ്ഞു എന്നോട്. അത് ക്ലാസ് എടുക്കുമ്പോൾ ഇതിനൊരു വിഷയം കണ്ടെത്തുക എന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണെന്ന് എനിക്ക് 2 ദിവസത്തിനുള്ളിൽ മനസ്സിലായി. കാരണം 2 ആഴ്ച പറഞ്ഞിട്ട് ഞാനത് എന്തെടുക്കും എന്നുള്ളൊരു വിഷയം കിട്ടിയില്ല. അപ്പൊ അപ്പോഴാണ് ഞാൻ കൊച്ചച്ഛനും വലിയച്ഛനൊക്കെ ശരിക്കും നമിച്ചു പോയത്. അപ്പൊ അവരൊക്കെ എത്രയോ ഒരേ ഞായറാഴ്ച പ്രസംഗിക്കണം, പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അവർ നോക്കുകയും പഠിക്കുകയൊക്കെ വേണം എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് അത് മനസ്സിലായത്. അപ്പൊ ഞാൻ വേറൊരു കാര്യം ഓർത്തു. പണ്ട് നമ്മുടെ ഇടവകാരിയായിരുന്ന സഭാ സെക്രട്ടറി ആയിരുന്ന KS മാത്യു അച്ഛൻ ഒരു ദിവസം പള്ളിയിൽ കാര്യം പറഞ്ഞു. ഈ ആൾക്കാരൊക്കെ പണ്ടൊക്കെ ഈ പല്ലുവേദന എന്ന് പറയുമ്പോൾ എനിക്ക് അവരോട് ഭയങ്കര പുച്ഛമായിരുന്നു. എന്ത് ഈ പല്ലുവേദന, എനിക്ക് ഭയങ്കര പല്ലുവേദനയാണെന്ന് പറയും. പല്ലുവേദന എന്തത്ര വലിയ. ഒരു ദിവസം അച്ഛന് പല്ലുവേദന വന്നത്രേ, KS മാത്യു അച്ഛൻ. അപ്പൊ അച്ഛൻ പറഞ്ഞു, എന്റെ അമ്മോ, ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ഈ പല്ലുവേദനയാണെന്ന് അച്ഛൻ അന്ന് മനസ്സിലായി. അപ്പൊ അതുപോലെ ഒരു ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് എനിക്കിപ്പോ 2 ദിവസം കൊണ്ട് മനസ്സിലായി. അത് ജിനോച്ചനോട് ഇന്നലെ രാത്രിയൊക്കെ ചോദിച്ചു എന്തോ ടോപ്പിക് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ടോപ്പിക്കൊന്നും ആ സമയത്തൊന്നും ശരിക്കും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛനോട് പറയേണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെയോ ആ സമയത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ജീവിതത്തില് ഒരുപാട് ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ വരും. ഇത് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്. 2-3 പോയിന്റ്സ് ഒക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചത്. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാവരും എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് സുഖമായിട്ട് കോളേജിൽ പോവാം, ജോലിക്ക് പോവാം, പിന്നെ നല്ലൊരു കല്യാണം കഴിക്കണം. അപ്പൊ അതിനകത്തൊരു പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാം വലിയ ഇഷ്ടമാണ്. പക്ഷെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നം വന്നാൽ, ജോലി സംബന്ധമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മുടെ പഠിക്കുന്ന കാര്യത്തിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡെസ്പോ, നമുക്കത് ഇഷ്ടമല്ല. നമുക്ക് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു പോകാനായിട്ട് നമുക്ക് എപ്പോഴും നമുക്ക് അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകാനാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം.
പക്ഷെ ഈ കംഫർട്ട് സോണിൽ നമുക്ക് പുറത്ത് വരുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനാണ്. ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടം തന്നെ നമുക്കൊന്നും മനസ്സിലാക്കാം. നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ എന്തായിരുന്നു കുഴപ്പം? നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് എപ്പോഴും പുറത്ത് പോവാം, നമ്മൾ കൂട്ടുകാരോട് പോയി അടിച്ചു പൊടിക്കാം, ഷോപ്പിംഗ് മാളിൽ പോവാം, പിന്നെ എപ്പോഴും നമുക്ക് ഓരോരോ ടൂർ പോവാം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളതൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളുകളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ടൂറൊക്കെ പോകാൻ വലിയ ഇഷ്ടമുള്ള കാര്യം തന്നെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിലൊക്കെ ഈ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള കാര്യം. ഇപ്പൊ നമുക്ക് ഈ കോവിഡ് കാലഘട്ടം വന്നതോടുകൂടി നമുക്ക് പല റെസ്ട്രിക്ഷനായി. നമുക്ക് അങ്ങനെ ഒന്നും പുറത്തു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ പുറത്തു വന്നു. നമുക്ക് തീരെ അങ്ങോട്ട് പിടിക്കുന്നില്ല. ഇത് എങ്ങനെ നമ്മുടെ ഈ ഒരു എല്ലാ കാര്യങ്ങളും നമുക്കൊരു പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, ഒരു കല്യാണത്തിന് പോകാൻ പറ്റില്ല, നല്ല ഡ്രസ്സ് ഇട്ടുന്ന പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കും. നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ജോലിക്ക് വരെയും പോകാൻ പറ്റുന്നില്ല, ശമ്പളം കട്ട് ചെയ്യുന്നു. ചില ആൾക്കാരുടെയൊക്കെ 50%, 33% ശമ്പളം സാലറിയാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എല്ലാവരും ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ബാധിക്കാത്ത ആളുകളായിട്ട് ആരുമില്ല. നമ്മൾ പലപ്പോഴും കാണും, നമ്മളിത് ഈ ബസ്സുകാര്, ഓട്ടോ ഓടിക്കുന്നവര്, ഇവരെല്ലാവരും ഇതൊക്കെ ഭയങ്കര ബാധിക്കുന്നുണ്ട്. അപ്പൊ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്രൈസിസ് എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ടാവും. നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ട് ക്രൈസിസ് ഉണ്ടാവും, സംബന്ധമായ കാര്യത്തിൽ ക്രൈസിസ് വരും, നമ്മുടെ ഫാമിലി ലൈഫില്, പിന്നെ ചർച്ച് ലൈഫില്, എല്ലാത്തിലും ഓരോ ക്രൈസിസ് ഉണ്ട്. ഇത് ദൈവം നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് എപ്പോഴും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല. ക്രൈസിസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ സുഖം തന്നുകൊണ്ടിരുന്നത് ദൈവം നമ്മൾ അങ്ങനെയല്ല സൃഷ്ടിച്ചിരിക്കുന്ന ആ ഉദ്ദേശത്തോടെയല്ല. ഞാനൊരു വേഴ്സ് ഞാനിങ്ങനെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയപ്പോൾ, അതായത് ഇയ്യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യം, ഇയ്യോബ് 5:7, അത് പറഞ്ഞത് തീപ്പൊരി വരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ മനുഷ്യൻ ദൈവം ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ കഷ്ടത അതിൻ്റെ അകത്തൊരു പാർട്ടാണ്. എപ്പോഴും സുഖം മാത്രമല്ല. നമുക്ക് എപ്പോഴും സുഖം തന്നാൽ നമ്മൾ എപ്പോഴും നമുക്ക് ദൈവത്തിനെ ഓർക്കേണ്ട ആവശ്യം വരുന്നു. നമുക്ക് കഷ്ടപ്പാടുകൾ ദൈവം നമുക്ക് തരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വാക്യങ്ങളാണ് എഫേസ്യർ 1:11. അവനിൽ നാം അവകാശവും പ്രാപിച്ച് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നതിന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് ക്രിസ്തുവിൽ ആശവശരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിനെ പുകഴ്ചയായി കാണേണ്ടത് തന്നെ. അപ്പൊ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ ദൈവം ഇന്നത് സംഭവിക്കും, അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലുള്ള കഷ്ടപ്പാടൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതം ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ജീവിതത്തിൽ ഇന്നതൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ കാര്യങ്ങളുണ്ടാവും. സന്തോഷമുള്ള സാഹചര്യം പോലെ തന്നെ നമുക്ക് ദുഃഖകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ആവശ്യം വരും. ഇതൊക്കെ നമുക്ക് ദൈവം നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ചില ആൾക്കാർ ഈ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ തീരുമാനിക്കും, കഴിഞ്ഞു, എന്റെ ജീവിതം കഴിഞ്ഞു, ഇനി എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഇതിൽ നമ്മൾ മനസ്സുകൊണ്ടങ്ങ് നമ്മൾ ചിലപ്പോൾ അങ്ങ് ഒരുങ്ങും. പല ഘട്ടത്തിലും അങ്ങനെ ഒരുങ്ങും. നമുക്ക് ഇനി ഒന്നുമില്ല, ജീവിതം അവസാനിച്ചു, ഒരു കോഴ്സിന് പോകാൻ പറ്റിയില്ല, കഴിഞ്ഞു, എന്റെ കൂട്ടുകാർക്കെല്ലാം പോകാൻ പറ്റി, എനിക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാർക്കെല്ലാം ജോലി കിട്ടി, എനിക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരും. അങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കത് ഫേസ് ചെയ്യാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മളത് ഫേസ് ചെയ്യണം. എങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെ. നമുക്ക് എല്ലാ യുവൻസിൽ ഈ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ എത്രത്തോളം ഡീപ്പായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് എനിക്ക് എപ്പോഴും സംശയമാണ്. നമുക്കെല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. ഇപ്പൊ പല കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ ഈ പ്രാർത്ഥിക്കാനുള്ള സമയമാണ് നമ്മൾ ഏറ്റവും കുറവായിട്ട് കണ്ടെത്തുന്ന ഒരു കാര്യം. നമുക്ക് ഒരുപാട് സമയങ്ങൾ നമ്മൾ ഫേസ്ബുക്കും നോക്കിയും ഇൻസ്റ്റ നോക്കിയും പിന്നെ PUBG കളിച്ചു നമുക്ക് ഒത്തിരി സമയം നമ്മളിപ്പോൾ വെളുക്കോളം നമ്മളതിരുന്ന് കളിക്കാറുണ്ട്. PUBG അങ്ങനെ കളിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. അപ്പോ നമുക്കൊരു 15 മിനിറ്റ് നേരം നമുക്ക് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വിഷയങ്ങളില്ല. ഞാൻ പണ്ട് ഫാമിലി വീക്കൊക്കെ നമ്മൾ പള്ളിയിൽ നടത്തുമ്പോൾ ഒരു ചെയിൻ പ്രയർ പോലെ നടത്താറുണ്ട്. അപ്പോൾ ഒരു മൊത്തം നമുക്കൊരു രാവിലെ തുടങ്ങി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വരെ അവസാനിക്കുന്ന രീതിയിൽ ഒരു ചെയിൻ പ്രയർ ഒക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും 5 മിനിറ്റ് വെച്ചാൽ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കുറെ പേരൊക്കെ ഈ രാത്രി സമയങ്ങളൊക്കെ എടുക്കാൻ ആളുണ്ടാവില്ല. ഒരു 12 മണി വെളുപ്പിനും 1 മണിയൊക്കെ ആൾക്കാർ കുറവായിരിക്കും ആ സമയത്ത്. കാരണം രാവിലെ ഉറക്കത്തിന് എണീറ്റ് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പൊ എനിക്ക് എപ്പോഴും ഈ വെളുപ്പിന് സമയം കിട്ടാറ്.
അപ്പൊ ഞാൻ ഈ 1 മണി മുതൽ 1:15 അല്ലെങ്കിൽ 1:15 മുതൽ 1:30 വരെയുള്ള പ്രാർത്ഥനാ സമയങ്ങളൊക്കെ എടുക്കുമ്പോൾ ഒരു 15 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രാർത്ഥന 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞു. ഈ 5 മിനിറ്റുകൾ എന്ത് പ്രാർത്ഥിക്കും? വിഷയങ്ങളില്ല പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോ നമ്മൾ ആദ്യം ബേസിക് ആയിട്ട് പഠിക്കേണ്ടത് നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ പലരും പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെറുതില് നമ്മുടെ പാരന്റ്സ് പഠിപ്പിച്ച പ്രാർത്ഥന ആണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. നമ്മൾ ആ സ്റ്റൈലൊക്കെ മാറ്റണം. എന്റെ അപ്പയ്ക്ക് സുഖം ഉണ്ടാവണേ, അമ്മയ്ക്ക് സുഖം ഉണ്ടാവണേ, എനിക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണേ, ആ രീതിയിലുള്ള സ്റ്റൈൽ പ്രാർത്ഥനയല്ല. നമ്മൾ കുറച്ചുകൂടി മെച്യൂർ ആകുമ്പോൾ, നമ്മൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥനയിൽ നമ്മളൊരു മെച്യൂരിറ്റി കാണിക്കണം. നമ്മൾ ശരിക്കും ഒരു മുറി അടച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഈ പലപ്പോഴും ശ്രദ്ധ പോകുന്നൊരു പരിപാടിയാണ്. ആ സമയത്താണ് ഈ എല്ലാ കാര്യങ്ങളും ആലോചിക്കുക. നാളത്തെ കേസിന്റെ കാര്യം അത് നോക്കണമല്ലോ, അല്ലെങ്കിൽ നാളെ അത് അങ്ങനെ ചെയ്യണമല്ലോ. പെട്ടെന്ന് നമ്മൾ അറിയത്തില്ല എപ്പോഴാണ് ഈ മനസ്സ് നമ്മൾ ആദ്യമേ വലിയ ഇതിലങ്ങ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്, ഇടയ്ക്ക് വെച്ചങ്ങ് മൈൻഡ് വേറെ സ്ഥലത്തോട്ട് പോകും. അപ്പൊ അത് തന്നെ നമ്മൾ ഒരു മുറി അടച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഞാൻ ആണ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ ശ്രദ്ധ പോകില്ല. ഞാൻ ഓരോ കാര്യങ്ങളും ഒരു ലിസ്റ്റ് പോലെ നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥന. നമ്മളിപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ പള്ളിയിൽ സുഖമില്ലാത്ത ആൾക്കാരുടെ പേരൊക്കെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്രാർത്ഥന ലീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. ആ സമയം വേറൊരാൾ പ്രാർത്ഥന ലീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആ പ്രാർത്ഥനയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശ്രദ്ധ പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മൾ എപ്പോഴും മുറിയിലകത്ത് കയറിയിരുന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കണം. അല്ലാതെ മനസ്സിൽ പ്രാർത്ഥിച്ച അപ്പം ശ്രദ്ധ പോകും. നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഞാൻ ഇങ്ങനെ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ എങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എനിക്ക് കാണിച്ചു തരണം എന്ന രീതിയിലാണ് അവന് പ്രാർത്ഥന വേണ്ടത്. അല്ലാണ്ട് നമ്മൾ ചോദിക്കും നിങ്ങളെല്ലാം കുടുംബ പ്രാർത്ഥന ഉണ്ടോ എന്ന് അച്ഛന്മാർ ചോദിക്കുമ്പോൾ പിന്നെ എല്ലാ ദിവസവും വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട് എന്ന് നമ്മളെല്ലാം നല്ല ഇതായിട്ട് പറയും. പക്ഷെ എത്രത്തോളം നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്ത് പ്രധാനം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു ക്രൈസിസ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു മുറി അടച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. അത് വ്യത്യാസമുണ്ട്. ഞാനത് നേരിട്ട് പല കാര്യങ്ങളുകൊണ്ട് അനുഭവിച്ചിട്ടുള്ള. അതായത് പ്രാർത്ഥന നമ്മൾ ലീഡ് ചെയ്യണം. പ്രാർത്ഥന മനസ്സിലായി. നമ്മൾ പ്രാർത്ഥന നമ്മൾ ദൈവസന്നിധിയിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധ പോവില്ല. എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറയുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ആശ്വാസമാണ്. അത് കഴിഞ്ഞ് നമുക്ക് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ് മനസ്സിലാകാൻ പറ്റും. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ നമുക്ക് സ്വന്തം ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ അത് നമ്മൾ തന്നെ നേരിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഈ കാര്യമുള്ളത് നമ്മൾ ഈ മടുക്കാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മടുപ്പ് വരാൻ പാടില്ല പ്രാർത്ഥനയിൽ. ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യം ചോദിച്ചു, ദൈവമേ എനിക്ക് എക്സാം അടുത്ത പ്രാവശ്യം ഞാൻ സപ്ലി എഴുതുകയാണ്, അതിലേക്ക് എനിക്ക് പാസ്സായി തരണേ, നമ്മൾ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞല്ലേ അപ്പൊ അടുത്ത സപ്ലിക്ക് നമ്മൾ പാസ്സാവില്ല ചിലപ്പോൾ എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലെന്നല്ല. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലാൻ സമയം എടുക്കും. നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ പല ഉദ്ദേശങ്ങളായിരിക്കും ദൈവത്തിന്. അപ്പൊ നിന്റെ ജീവിതത്തിൽ അടുത്ത പ്രാവശ്യം സപ്ലി എഴുതുന്നതിനേക്കാളും നല്ലത് നീ അതിന്റെ പ്രാവശ്യം സപ്ലി എഴുതി കഴിഞ്ഞാൽ നിനക്ക് നല്ലത് കിട്ടാൻ വേണ്ടി ആയിരിക്കാം ദൈവത്തിന്റെ പദ്ധതി, നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പൊ തന്നെ നമുക്ക് സ്ഥിരമുള്ള പരിപാടിയാണ്, എല്ലാവരുടെയും ഉണ്ട്, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത് ഞാൻ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ട് എന്റെ ജീവിതത്തില്. പ്രാർത്ഥിച്ചിട്ട് നമുക്കൊന്നുമല്ല, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് ആൻസർ നമുക്ക് ഉടനെ കിട്ടണം. പെട്ടെന്ന് ആൻസർ കിട്ടിയാലേ നമുക്ക് എല്ലാത്തിനും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമുക്ക് ഉടനെ കിട്ടണം, എല്ലാം നമുക്ക് തിരക്കാം. ജോലി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചക്കുള്ളിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ല. നമുക്ക് പ്രാർത്ഥന അങ്ങ് മടുത്തു പോകും. ചിലപ്പോ ചിന്തകൾ വരും. നമ്മൾ മടുക്കാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിനക്ക് എപ്പോഴാണ് നന്മ വരേണ്ടത് എന്നുള്ളത് ദൈവത്തിന് ഒരു ആലോചനയുണ്ട്. ആ സമയത്താണ് നിനക്ക് ഏറ്റവും നല്ലത് വരുന്ന ഒരു കാര്യം ഉണ്ടെന്ന് ആ സമയത്ത് നിനക്കത് ദൈവം തരുള്ളൂ. അത് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാഞ്ഞിട്ടല്ല. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ കൂടെ ഹൈക്കോടതിയിലുള്ള ഒരു വക്കീലുണ്ട്. അപ്പൊ ആ വക്കീല് ലോ കോളേജ് കഴിഞ്ഞ് വന്നപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയം മുതൽ മുൻസിഫ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വക്കീലാണ്. അപ്പൊ ആ വക്കീലിനെ പഠിച്ച വേറെ 5-6 പേരും ഇതുപോലെ മുൻസിഫ് ആവാൻ വേണ്ടി എക്സാം എഴുതി. അപ്പൊ അതിൽ ആദ്യത്തെ ചാൻസിൽ 3 പേർക്ക് കിട്ടി. പിന്നത്തെ ചാൻസിൽ ഈ വക്കീലിന് കിട്ടിയില്ല. അപ്പൊ ഭയങ്കര നിരാശയാണ്. രണ്ടാമത്തെ ചാൻസിന്റെ കൂടെയുള്ള ബാക്കി 2 ഫ്രണ്ട്സിനും കിട്ടിയിട്ടും ഈ വക്കീലിന് കിട്ടിയില്ല. അപ്പൊ ഭയങ്കര നിരാശ. അപ്പൊ എന്നോട് ഷെയർ ചെയ്തു, എന്റെ കൂടെ പഠിച്ചവർക്ക് എല്ലാവർക്കും കിട്ടി. ഞാനും റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ പ്രിലിമിനറി ടെസ്റ്റിലൊക്കെ പാസ്സായതാ, പക്ഷെ ഇന്റർവ്യൂവിൽ അത് കിട്ടിയില്ല. ഇത് ഭയങ്കര ഒരു പ്രയാസമായി. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു,
അങ്ങനെ എന്നോട് ദിവസം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഇനി മുനിസിപ്പൽ പരീക്ഷ എഴുതുന്നില്ല, ഞാൻ ഇനി 10 വർഷം കഴിഞ്ഞ് ജില്ലാ ജഡ്ജി എക്സാം എഴുതും, ഡിസ്ട്രിക്ട് ജഡ്ജ് ആവും, അത് എഴുതിയിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് ഈ പുള്ളി ഡിസ്ട്രിക്ട് ജഡ്ജ് എക്സാം എഴുതി, ഇപ്പൊ പുള്ളി ഡിസ്ട്രിക്ട് ജഡ്ജാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ദൈവത്തിന്റെ ഓരോ പദ്ധതികൾ ആലോചിക്കണം. നമ്മൾ ചെറിയ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ആ വക്കീൽ മുന്നേ എഴുതിയ അവന്റെ കൂട്ടുകാരന്റെ കൂടെ അവൻ എഴുതിയിരുന്നെങ്കിൽ മുനിസിപ്പായിട്ട് അവരെ താഴെ വന്നിരിക്കേണ്ട ആളാണ്. ഇപ്പൊ അവരെക്കാട്ടി ഏറ്റവും മേളില് ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് ഇരിക്കുക. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി എന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ആ സമയത്ത് പറയാണ്, ദൈവമേ എന്റെ പ്രാർത്ഥന അങ്ങ് കേട്ടില്ലല്ലോ, എനിക്ക് മുനിസിപ്പൽ എക്സാമിന് സെലക്ഷൻ തന്നില്ലല്ലോ, മറ്റുള്ളവർക്ക് കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കംപ്ലൈന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് എന്താ ഉപകാരമുള്ളത്? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ പദ്ധതി മനസ്സിലാക്കണം. നിനക്ക് തരേണ്ടത് ഏറ്റവും ഉചിതമായ സമയത്ത്, ഏറ്റവും നല്ല ഉചിതമായ രീതിയിൽ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ദൈവം അതുപോലെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ചിലർക്ക് ജോലി കിട്ടാത്ത പ്രശ്നം, മറ്റു കൂട്ടുകാർക്ക് കിട്ടി, എനിക്ക് ജോലി കിട്ടിയില്ല. അല്ലെങ്കിൽ അഡ്മിഷന് മറ്റു പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല. എൻട്രൻസ് എഴുതി, എനിക്ക് കിട്ടിയില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി എന്നെ ഇട്ടിട്ട് പോയി, അതും പ്രയാസപ്പെട്ട് താടിയൊക്കെ വളർത്തി ജീവിതകാലം മുഴുവൻ കുടിച്ച് നടക്കാന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ പലരും കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ ഇവർക്കൊക്കെ ഈ തക്ക സമയത്ത് ഓരോ സമയത്ത് ദൈവം ഓരോരോ അവസരങ്ങൾ കൊടുക്കും. നല്ലത് മാറ്റി ചീത്ത മാറ്റി നല്ലത് തരാൻ വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പൊ ചില ആൾക്കാരെ നമ്മൾ നോക്കത്തില്ലേ, ഈ ആദ്യം ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഒന്ന് കല്യാണം നടക്കാണ്ട് വന്നിട്ട് പുതിയ ഒരു നല്ലൊരു ആലോചന വന്ന് വീണ്ടും കല്യാണമൊക്കെ അയച്ച് കുട്ടിയൊക്കെ എടുത്ത് താമസിക്കുന്ന ആരോട് ചോദിച്ച്, നമുക്ക് അറിയുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അയ്യോ ആദ്യത്തവണൊക്കെ എന്റെ തലയിൽ വന്ന് വരുന്നെങ്കിൽ എന്റെ ജീവിതം എന്തുകൊണ്ട് എന്റെ കുടുംബജീവിതം ഞാൻ നയിക്കുന്നത്. അപ്പൊ ഓരോരോ സമയത്ത് ദൈവം ഓരോ തരുന്നത് അത് എന്റെ കറക്റ്റ് സമയത്താണ്. അപ്പൊ നമ്മൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക വരില്ല, പക്ഷെ നമ്മള് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാം. നമ്മള് സങ്കീർത്തനം 40-ാം അധ്യായം 1-ാം വാക്യം അതിനകത്ത് പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എന്റെ നിലവിളി കേൾക്കും. അപ്പൊ നമ്മൾ നിലവിളി കേൾക്കാനായിട്ടുള്ള ഒരു സമയമുണ്ട്. സങ്കീർത്തനം 27-ാം അധ്യായം 14-ാം വാക്യം, യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അപ്പൊ നമ്മൾ മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞാൻ സെക്കൻഡ് പോയിന്റ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. രണ്ടാമത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളത് മനസ്സിൽ കൊണ്ട് നടക്കാതെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമുക്കൊരു പ്രശ്നം വന്നു ജീവിതത്തിൽ, നമ്മളത് ആരോടും ഷെയർ ചെയ്യാതെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രയാസങ്ങൾ കൂടുകയുള്ളൂ. അപ്പൊ നമുക്കതുപോലെ ഈ യുവസഖ്യമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെയും പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിന്റെ മെയിൻ കാര്യം, നമുക്ക് ഇത് പലരോടും ഷെയർ ചെയ്യാൻ പറ്റണം. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നു, ഞാനിപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ട് വരും, ഞാനത് എന്റെ അടുത്ത ഒരാളോട് പറയുകയാണ്. അല്ലെങ്കിൽ പള്ളിയാണെങ്കിൽ ഇപ്പൊ പള്ളിയിലെ അച്ഛനോട് പറയുന്നു, ഇപ്പൊ യുവസഖ്യത്തിലാണെങ്കിൽ യുവസഖ്യത്തിൽ നിങ്ങളുടെ ഒരാളോട് പറയുന്നു. അങ്ങനെ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് വളരെ മനസ്സിലൊരു ഭാരം ഇറക്കി വെച്ചൊരു പ്രതീതി നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ ഈ പള്ളിയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ള നമ്മുടെ പ്രൈസ് അങ്ങനെ ഒരു വേദി എല്ലാവർക്കും കിട്ടണം. അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് അച്ഛനോട് ഷെയർ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ യുവസഖ്യത്തിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ മറ്റുള്ള മെമ്പേഴ്സായിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. നമ്മളതിലുള്ള ഒരേ ആളുകൾ ആരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരേ ആളുകൾ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പൊ ഓരോ ആവശ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും ആപ്റ്റായിട്ട് അത് പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഫ്രണ്ട്സിനോടാണ് നമ്മളത് ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഈ പല രീതിയിലുള്ള കൂട്ടുകാരുണ്ട്. ഇപ്പൊ ഏതൊക്കെ കൂട്ടുകാരോടാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമേ ഓർത്തു വെച്ചിട്ട് ആണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. ചിലർ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വിളിക്കുന്നവരുണ്ട്, അപ്പൊ അവരുടെ ആവശ്യം നടക്കാൻ വേണ്ടി മാത്രം വിളിക്കുന്നവരുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ആരൊക്കെയായിട്ടാണ് നമ്മൾ ഇതൊക്കെ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലെ പകുതി പ്രയാസങ്ങൾ, ക്രൈസിസ് നമുക്ക് ഒരുപാട് കുറയാൻ പറ്റും. പിന്നെ എല്ലാ ക്രൈസിസും നമുക്ക് എന്നും നിലനിൽക്കുന്നതല്ല, നമുക്ക് ഓരോരോ ഘട്ടങ്ങളിലും അത് മാറി വരും. നമ്മൾ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അത് ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഭയങ്കര ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് ഞാൻ നിങ്ങളെ ഒരു ക്രൈസിസ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു ടിപ്സ് പറഞ്ഞു തന്നു. ഏറ്റവും കൂടുതൽ അതാണ്, നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുക, നമ്മൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ പറയുക. രണ്ടാമത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ക്രൈസിസ് വരുമ്പോൾ നമുക്ക് ഉത്തരം ദൈവത്തോട് ചോദിച്ചാൽ കിട്ടും, പക്ഷെ അത് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളത് നമ്മുടെ ആളുകളായിട്ട് ഷെയർ ചെയ്യുക. അത് നമുക്ക് അവരിൽ നിന്ന് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്കതൊരു ആശ്വാസം കിട്ടും. ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്.
ഇപ്പൊ നമ്മൾ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ എല്ലാവരും ഇങ്ങനെ ഓരോരോ മേഖലയിൽ എല്ലാവരും അതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരും ഉണ്ട്. നമ്മുടെ ഇടവയിൽ തന്നെ പല ആളുകളും ഇതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും. നമുക്കറിയില്ല. നമുക്കിപ്പോ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. ആളുകളുടെ വരുമാനം കിട്ടാവുന്ന എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ യുവൻസഖ്യമായിട്ടൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ വക ആളുകളൊക്കെ നമ്മൾ പോയി കാണണം. നമുക്ക് അറിയുന്ന ആളുകൾ ആണെങ്കിലെങ്കിൽ നമ്മൾ എല്ലാവരുമായിട്ട് അവരിൽ നിന്ന് ഡിസ്കസ് ചെയ്യണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമുക്ക് അറിയില്ല. നമ്മുടെ ഈ കൂട്ടുകാരുടെ വീട്ടിൽ തന്നെ പലരും പല രീതിയിൽ ഭക്ഷണഘട്ടങ്ങളിലൂടെ കടന്ന് പോകുന്നവരായിരിക്കാം. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ച് യുവൻസഖ്യത്തിന്റെ രീതി എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ് യുവൻസഖ്യ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എന്നും വെറുതെ നമ്മൾ മീറ്റിംഗ് നടത്തിയോണ്ട് മാത്രം കാര്യമില്ല. മറ്റുള്ളവരായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുകയും അവരുടെ വീട്ടിൽ നമ്മുടെ ബന്ധുമിത്രാദികളിലെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വിഷയങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയും അവരോട് ഒന്ന് സഹായിക്കുകയും ചെയ്യുന്നതൊക്കെയാണ് യുവൻസഖ്യത്തിന്റെ ഒരു മൊത്തമായ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തന്നെ. ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇത്രയും ക്ലാസ് എടുക്കാനുള്ള അവസരം തന്ന മനുവിനോടും ജെയിംസ് അച്ഛനും ടിനു അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തും. താങ്ക് യു ജിബിച്ചേട്ടൻ. അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് എടുത്താണ് ജിബിച്ചേട്ടന് വലിയൊരു താങ്ക്സ്. നമ്മളിപ്പോ പോകുന്ന ഈ ക്രൈസിസ് സിറ്റുവേഷനിൽ എങ്ങനെയൊക്കെ നമുക്ക് തരണം ചെയ്യാം എന്നുള്ള കാര്യമാണ് ജിബിച്ചേട്ടൻ ഇപ്പൊ നമുക്ക് ഈ ക്ലാസ്സിലൂടെ എടുത്തു തന്നത്. അപ്പൊ ജിബിച്ചേട്ടന് വലിയൊരു താങ്ക്സ്. താങ്ക് യു ജിബിച്ചേട്ടൻ. അപ്പൊ നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് നമ്മുടെ ജോൺ ഗീവർഗീസ് അച്ഛന്റെ സെക്ഷൻ ആണ്. അച്ഛൻ നമ്മുടെ അസിസ്റ്റന്റ് വികാരിയാണ്. കാക്കനാട് ക്രിസ്തം മർത്താമ്പള്ളിയുടെ അസിസ്റ്റന്റ് വികാരിയാണ്. അപ്പോ ഞാൻ അച്ഛനെ അടുത്ത സെഷനിൽ ജോൺ ഗീവർഗീസ് അച്ഛൻ കാക്കനാട് പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി എന്നതിനൊപ്പം എറണാകുളം മേഖലയിലുള്ള ഒരു യൂത്ത് മിനിസ്ട്രിയുടെ ചുമതല അച്ഛന് കഴിഞ്ഞ വർഷം നൽകിയിട്ടുണ്ട്. എറണാകുളത്തുള്ള പള്ളികളിൽ ഉള്ള എല്ലാ യൂത്ത്സിനെയും കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടെ സഭ പുതുതായി രൂപം കൊടുത്ത ഒരു പ്രവർത്തനമാണ് കൊച്ചി യൂത്ത് മിനിസ്ട്രി എന്നുള്ളത്. അപ്പോൾ അച്ഛന് എല്ലാ പള്ളിയിലെയും യൂത്ത്സുമായി ബന്ധപ്പെടാനുള്ള ഉത്തരവാദിത്വമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. തീർച്ചയായും അച്ഛന്റെ സാന്നിധ്യം നമുക്കിന്ന് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ട ഗീവർഗീസ് അച്ഛൻ ബോംബെയിൽ ജനിച്ചു വളർന്ന് അവിടെ പഠനം പൂർത്തിയാക്കി. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തീകരിച്ചതിന് ശേഷം സഭാ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ആളാണ്. അപ്പോൾ ജിബിയുടെ ഒരു നല്ല ഒരു പ്രസന്റേഷൻ നമുക്ക് കിട്ടി. വളരെ യാദൃശ്ചികമായിട്ടാണ് എന്ന് യാദൃശ്ചികമെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ജിബി പറഞ്ഞ പോലെ ദൈവത്തിന് നിശ്ചയമാണ്. അച്ഛന്റെ സബ്ജക്റ്റും ഈ ജിബി ഷെയർ ചെയ്ത സബ്ജക്റ്റിനോടൊക്കെ വളരെ ചേർന്ന് പോകുന്നതാണ്. പ്രിയപ്പെട്ട അച്ഛനെ ഇന്ന് നമുക്ക് ഈ സമയത്ത് ലഭിച്ചതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അച്ഛൻ നമ്മളോട് സംസാരിക്കും. ഒരു കാര്യം കൂടെ അച്ഛൻ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് പറഞ്ഞുകൊണ്ടേ, നമ്മുടെ യൂത്ത് മിനിസ്ട്രിയുടെ കൊച്ചി യൂത്ത് മിനിസ്ട്രിയുടെ ഒരു മീറ്റിംഗ് ഇന്ന് വൈകിട്ട് 8 മണിക്ക് ഉണ്ട്. അതിന്റെ ലിങ്ക് അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാവുന്നതാണ്. അപ്പോൾ അതിലും എല്ലാവരും സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അച്ഛനിലേക്ക് പ്രിയപ്പെട്ട അച്ഛൻ ക്ലാസ്. താങ്ക് യു അച്ഛാ. ബഹുമാനമുള്ള ജെയിംസ് അച്ഛൻ, ജിനു അച്ഛൻ, ഇപ്പോൾ നമുക്ക് ക്ലാസ് എടുത്ത അഡ്വക്കേറ്റ് ജിബി, വന്നുകൂടിയിരിക്കുന്ന ദൈവജനമേ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇങ്ങനെ യൂത്ത് മീറ്റിംഗ് ആയിട്ട് കൂടുവാൻ ദൈവം നമുക്ക് ഇങ്ങനെ അവസരം ഒരുക്കി തന്നതിനായിട്ട് ദൈവത്തോട് സ്തോത്രം കരയറ്റുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇടയിൽ എന്നെ വിളിക്കുകയും സ്വീകരിക്കുകയും ചെയ്തതിന് നന്ദി കരയറ്റുന്നു. നിങ്ങളുടെ എല്ലാ നല്ല വാക്കുകൾക്കായി ഈ സമയത്ത് സ്തോത്രം കരയറ്റുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ ടു ഹാവ് ഓൾ ദി യൂത്ത്സ് ടുഗെദർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂത്ത്സ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒറ്റ ഒരു സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. പലർക്കൊക്കെ ഈ ഭാഗ്യം ലഭിക്കാതെ പോകുന്ന ഒരു വലിയ കുറവുണ്ട്. എന്നാൽ നമുക്ക് ഒറ്റ ഒരു സ്ക്രീനിൽ നിങ്ങളെ എല്ലാവരെയും കിട്ടുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ വലിയൊരു നിയോഗം തന്നെയാണ്. ഇപ്പം ജിബി നമ്മളെ ഓർമ്മിപ്പിച്ചതുപോലെ എവറി ആസ്പെക്ട് ഇൻ അവർ ലൈഫ് ഗോഡ് ഹാസ് എ പ്ലാൻ. ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്, ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് നിറവേറ്റുന്ന രീതിയിൽ നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് നയിക്കാൻ സാധിക്കും, അതാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് ലിവിങ്. അതിനെക്കുറിച്ച് കൃത്യമായി ജിബി നമ്മളെ ഓർമ്മിപ്പിച്ചു. വാട്ട് ഈസ് സോ ഇമ്പോർട്ടന്റ് ഇൻ ലൈഫ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന. പ്രാർത്ഥനയില്ലാതെ നമുക്ക് ഈ ലോകത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പറയും, പിന്നെ അതാണോ വലിയ കാര്യം, ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? There are many questions that each and every one of us pretty
have asked all throughout our lives. അത് ഇന്നും ചോദിക്കും, എന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. ചില ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭിക്കാതെ പോകുന്നതും അതിന്റെ ഒരു ഭാഗമാണ്. ദാറ്റ് ഇസ് വാട്ട് ലൈഫ് ഇസ് ഓൾ അബൌട്ട്. നമ്മുടെ ജീവിതം കൃത്യമായിട്ട് എല്ലാ ആൻസേഴ്സ് കിട്ടുന്ന ഒരു ജീവിതമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ സോ ഈസി, അല്ലെ? നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി, ഇങ്ങനെ അങ്ങ് പോകും. ഞങ്ങൾ ഈ ബോംബെ ജനിച്ചു വളർന്നതായോണ്ട്, ഇപ്പം ജെയിംസ് അച്ഛൻ പറഞ്ഞതുപോലെ ജനിച്ചു വളർന്നത് ബോംബെയിലാണ്. അപ്പോ ബോംബെയില് ഞങ്ങളെ ജീവിതം മിക്കവാറും ട്രെയിനിലാണ് കൂടുതൽ സമയം മുഴുവൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ കൊച്ചി ട്രെയിനൊക്കെ കാണുന്നതുകൊണ്ട്, മെട്രോ ഒക്കെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ചൊക്കെ അറിയാം. എന്നാൽ ബോംബെ പോലുള്ള ഒരു രീതിയല്ല കൊച്ചിയിലുള്ളത് എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഞങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോ ബോംബെയുടെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് കൃത്യമായി ഒരു സ്റ്റേഷനിൽ എത്തണം എന്ന് വിചാരിച്ച് ഒരു ട്രെയിനിൽ ചുമ്മാതെ കയറി കഴിഞ്ഞാൽ ആ കൃത്യമായ സ്റ്റേഷൻ നമ്മൾ ഇറങ്ങാറില്ല. പലപ്പോഴും സംഭവിക്കുന്നത് എന്താ, ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും, ട്രെയിൻ പോകുന്ന പോകത്തില് നമ്മളും അതിന്റെ കൂട്ടത്തിൽ അങ്ങ് പോകുന്ന ഒരു പ്രത്യേക രീതി. സംടൈംസ് ആ ലൈഫ് ഓൾസോ ബിക്കംസ് ലൈക്ക് ദാറ്റ്. നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ് എത്തേണ്ടത്, എന്നാൽ പലപ്പോഴും അത് എത്താതെ പോകുന്നത് പലപ്പോഴും പല ഇൻഫ്ലുവൻസസ്, നമ്മുടെ കൂടെ നടന്നു പോകുന്ന ഇൻഫ്ലുവൻസസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് പലപ്പോഴും നമ്മൾ ആ വഴി തെറ്റിപ്പോകുന്ന ഒരു വഴി നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു തീം വെച്ചിരിക്കുന്നത് ടുഗെദർ ക്യാൻ വി വിൻ. ഒരുമയോടെ നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കുമോ? ഈ വിൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളെ ഒരു സക്സസ് എന്ന കൺസെപ്റ്റിലാണ് പലപ്പോഴും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഈ സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിൻ എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ എല്ലാവരുമാണ്. ഇറ്റ്സ് ഓൾ അപ് ടു us as to how you take this win or the victory to be. അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ആണ് അതിനെ ആസ്പദമാക്കി പറയാൻ ആഗ്രഹിക്കുന്നത്. Exodus chapter 17 verse 12. When Moses' hands grew tired, they took a stone and put it under him, and he sat on it. Aaron and Hur held his hands up, one at one side and one on the other side, so that his hands remained steady till sunset. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇതാ ഞങ്ങൾ എല്ലാവരും ഒരുമയോടെ നിന്റെ ദൈവിക തണലിൽ ആയിരിക്കുന്നു. ദൈവമേ, നീ അവിടുന്ന് ഇന്നയോളം ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അതിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് പല ചോദ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിപ്പാനും ജീവിപ്പാനും ഞങ്ങളെ നീ അവിടുന്ന് യോഗ്യരാക്കണമേ ഞങ്ങൾ യാചിക്കുന്നു. പ്രാർത്ഥന നീ അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ഒരു ടോക്കിൽ ഞാൻ സംസാരിക്കുന്ന ഒരു ഭാഗം ഞാൻ ഒരു സ്ക്രീനായിട്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ആയിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ there are some wonderful facts that I would like to share with you. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാവരും ഒരു റേസ് കണ്ടിട്ടുണ്ട്, അല്ലെ? We have always seen a race. We have seen athletes running a race. We have seen the athlete moving around എന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു റേസിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇറ്റ് ഇസ് അബൌട്ട് എ സ്പാനിഷ് സ്പോർട്സ്മാൻ who had a different kind of win in his life. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ജയിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്, ജയിക്കാൻ സാധിക്കുന്നത് എന്ന് ഈ സ്പാനിഷ് സ്പോർട്സ്മാൻ സ്വന്തം ജീവിതത്തിലൂടെ നമ്മൾ കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിന്റെ ഒരു വീഡിയോ നമുക്ക് കാണാം. ഓഡിയോ കേൾക്കുന്നില്ല.
വെൽ, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് സംഭവം, എങ്ങനെയാണ് സംഭവം എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ ഏബിൾ മുട്ടായ് എന്ന് പറയുന്ന ഒരു കെനിയക്കാരൻ ഫസ്റ്റ് പ്ലേസിന് വേണ്ടി ഓടി പോവുകയാണ്. ഓടി എത്തിയപ്പം തന്നെ പുള്ളി വിചാരിച്ച് ഞാൻ ജയിച്ചു എന്ന് വിചാരിച്ച് മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് പുറകിൽ നിന്ന് വരുന്ന ഇവാൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് അത്ലീറ്റ് ഏബിൾ ഇങ്ങനെ സ്ലോ ആയിട്ട് ഓടുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പുറകിൽ നിന്ന് ഈ ഏബിളിനോട് പറയുകയാണ്, എടാ ഇതുവരെ ഫിനിഷിംഗ് ലൈൻ എത്തിയിട്ടില്ല, നീ ഇച്ചിരൂടെ ഓടിയാൽ മാത്രമേ നീ അവിടെ എത്തത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ സ്പാനിഷിൽ സംസാരിച്ച ഇവാൻ മുട്ടായി അല്ലെങ്കിൽ ഏബിളിന് കെനിയക്കാരനായോണ്ട് സ്പാനിഷ് മനസ്സിലായില്ല. അപ്പോ ഇവാൻ എന്താ ചെയ്തത്? പുറകിൽ നിന്ന് വന്ന് ഒരു തെള്ളങ്ങ് കൊടുത്തു. തെള്ളി ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യത്തക്കവണ്ണം അവനെ സഹായിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു രംഗമെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ജേർണലിസ്റ്റുമാരെല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെ. നമ്മളെല്ലാവരും പല കാര്യങ്ങളെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഈ ജേർണലിസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് മേഡ് യു ഡു വാട്ട് യു റിയലി ഡിഡ്? എന്താണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ സാധിച്ചത് എന്ന് അവിടെ ചോദിക്കുകയാണ്. അപ്പോ കൃത്യമായ ഒരു ആൻസർ പറയുന്ന ഒരു ആൻസർ ആണ് അവിടെ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഹി സിംപ്ലി സ്മൈൽ, വാട്ട് ഓണർ വുഡ് ഐ ഗെറ്റ് വിത്ത് സച്ച് എ വിക്ടറി? എനിക്ക് ഇങ്ങനെ ഒരു ജയം നേടിയിട്ട് എന്ത് സാധിക്കും അല്ലെങ്കിൽ എന്ത് കിട്ടും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം. നമുക്കറിയാം ജൂൺ 19 ആയിരുന്നു നമുക്ക് നാഷണൽ റീഡിംഗ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിച്ചത്. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും വായിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ അതൊന്നും കൃത്യമായിട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ജൂൺ 19 എന്ന് പറയുന്നത് നമ്മുടെ നാഷണൽ റീഡിംഗ് ഡേ ആയിരുന്നു. ഈ നാഷണൽ റീഡിംഗ് ഡേ ഈസ് കമമറേഷൻ ഓർ മെമ്മറി ഓഫ് ശ്രീ P.N. പണിക്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു മെമ്മറി ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു മെമ്മോറിയൽ ആയിട്ടാണ് ഈ പെർട്ടിക്കുലർ ഡേ നമ്മൾ ആഘോഷിക്കുന്നത്. ഹി വാസ് എ റെവല്യൂഷണറി ഇൻ ലൈബ്രറി മൂവ്മെന്റ്. അതായത് വായിക്കുന്നതിനെ കുറിച്ച് ഒരു ഭയങ്കര ഒരു വ്യക്തിയായിരുന്നു P.N. പണിക്കർ സാർ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് അതായത് കേരളത്തിൽ തന്നെ പല രീതിയിലുള്ള ലൈബ്രറീസ് തുടങ്ങിയത് P.N. പണിക്കർ സാറാണ്. അപ്പോൾ റെവല്യൂഷനൈസ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പണിക്കർ സാർ. പണിക്കർ സാറിന്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു വാക്കാണ് വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ലെറ്റ്സ് റീഡ് ആൻഡ് ഗ്രോ, ലെറ്റ്സ് തിങ്ക് ആൻഡ് ഗെയിൻ അണ്ടർസ്റ്റാൻഡിങ്. ഈ ചിന്തിച്ച് വിവേകം നേടുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാനും മറന്നുപോയി. വിവേകമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതും നേടാതെ ജീവിച്ചു പോകുന്ന ഒരു കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. വിവേകമില്ലാതെ പോകുന്ന ഒരു ജനത അല്ലെങ്കിൽ ഒരു തലമുറയാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ, ജയിക്കാനുള്ള നമ്മുടെ പ്രയത്നത്തിൽ എങ്ങനെയും ജയിച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എങ്ങനെയെങ്കിലും എക്സാം ഒന്ന് പാസ്സായാൽ മതി, എങ്ങനെയെങ്കിലും ഡിഗ്രി ഒന്ന് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും കല്യാണം കഴിച്ചാൽ മതി, എങ്ങനെയെങ്കിലും നല്ല ഒരു പെണ്ണ് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും നല്ല ജോലിയുള്ള ഒരു പയ്യൻ എനിക്ക് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നല്ല കാശ് കിട്ടുന്ന ഒരു നല്ലൊരു ഭവനത്തിൽ വന്ന് കയറിയാൽ മതി എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്നു. അപ്പോൾ ജയിക്കാനുള്ള നമ്മുടെ പ്രയത്നത്തിൽ എങ്ങനെയും ജയിച്ചാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ബൈ ഹുക്ക് ഓർ ബൈ ക്രൂക്ക് ഐ ജസ്റ്റ് വോണ്ട് ടു വിൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ ഒരു കാലഘട്ടത്തിലെ ഒരു വെല്ലുവിളിയായിട്ടാണ് ഇന്ന് നമ്മൾ കണ്ട ഇവാൻ ഫെർണാണ്ടസ് സ്വന്തം ജീവിതത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. ഇവിടെ പറയുകയാണ് ടുഗെദർ വി ക്യാൻ വിൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുമയോടെ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും എന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവാൻ ഫെർണാണ്ടസ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിച്ചത് അതാണ്, വൈ ഡിഡ് യു ലെറ്റ് ഹിം വിൻ? ഹി സിംപ്ലി ആൻസർഡ്, ഐ ഡിഡ്ന്റ്. ഹി വാസ് എനിവേ വിന്നിങ്. അവന് ജയിക്കാൻ പോകുകയായിരുന്നു. ആ ജയിക്കാൻ പോകുന്ന വ്യക്തിയെ ഞാൻ ഒന്ന് സഹായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് കംസ് ഇസ് ബട്ട് യു കുഡ് ഹാവ് വൺ. നിനക്ക് വേണമെങ്കിൽ അവനെ ഓവർകം ചെയ്ത് ജയിക്കാമായിരുന്നു, എന്നാൽ നീ അത് ചെയ്തില്ല. എന്താണ് കാരണം? അവിടെയാണ് അവൻ ഉത്തരം പറയുന്നത്, വാട്ട് ഹോണർ വുഡ് ഐ ഗെറ്റ് ത്രൂ സച്ച് എ വിക്ടറി. അത് കഴിഞ്ഞിട്ട് പുള്ളി പറയുന്ന ഒരു വാക്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്,
ഇങ്ങനെ ഒരു ജയം നേടി ഞാൻ എൻ്റെ ഭവനത്തിൽ എത്തിയാൽ എൻ്റെ അമ്മ എന്തു പറയും എന്ന് അവിടെ കൂട്ടി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുള്ള ചില ട്രഡീഷൻസ്, ജീവിതത്തിൽ തന്നിരിക്കുന്ന ചില വിവേകം, ചില അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ആഴമേറിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദാറ്റ് ഇസ് വൈ വി സേ ടുഗെദർ വി ക്യാൻ വിൻ. ഈ ഒരു ജയത്തെ കുറിച്ചാണ് എക്സോഡസ് 17 ഇവിടെ നമ്മളോട് സംസാരിക്കുന്നത്. മോശയുണ്ട്, യോശുവ ഉണ്ട്, അഹറോൺ ഉണ്ട്, ഹൂർ ഉണ്ട്. ഇതിനകത്ത് കുറെ ക്യാരക്ടേഴ്സ് ഉള്ളത് ഈ 4 പേരാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളത്. അമലക്കൈറ്റ്സ് ഇവിടെ ഇസ്രായേലൈറ്റ്സിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ഒരു അറ്റാക്ക് വരുമ്പോൾ മോശയോട് ദൈവം കൃത്യമായിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. മോശ യോശുവയോട് പറയുകയാണ്, യു ഗോ അഹെഡ് ഇൻ ബാറ്റിൽ, മുന്നോട്ട് പോയി ധൈര്യത്തോടെ ഫൈറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പൊ മോശ കൃത്യമായി യേശു ക്രിസ്തു അല്ലെങ്കിൽ ദൈവം പറഞ്ഞതുപോലെ തന്നെ ദൈവം മോശയോട് വരളിപ്പാട് ചെയ്യുകയാണ്, വാട്ട് യു നീഡ് ടു ഡു ഇസ് യു നീഡ് ടു ഹോൾഡ് യുവർ ഹാൻഡ് ഹൈ വിത്ത് യുവർ സ്റ്റാഫ്. നിനക്ക് തന്നിരിക്കുന്ന ആ വടി മുകളിലോട്ട് പൊക്കിക്കൊണ്ട് കൈ പൊക്കിക്കൊണ്ട് ഇരിക്കുന്ന സമയം വരെ നിങ്ങളുടെ ഇസ്രായേലിയർ ജയിച്ചുകൊണ്ടിരിക്കും, ഇല്ലാത്ത പക്ഷം നിങ്ങൾ തോൽക്കും. അപ്പോ ഇത് കൃത്യമായി മോശയോടും യോശയോടും പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജയിക്കണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സക്സസ് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ, നമ്മൾ ജീവിതം ജയിക്കണം നയിക്കണം എന്ന് പറയുമ്പോൾ, there are 3 steps in which we need to move forward in our life. ഒന്ന്, people with different talents coming together, and that is the beginning. നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പല കഴിവുകളാണ് ദൈവം നമുക്ക് നൽകി തന്നിട്ട്. ഒരാൾക്ക് സെയിം കഴിവ് മറ്റേ ആൾക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് പലർക്കും പല ടാലന്റുകൾ തന്നിട്ടുള്ളപ്പോൾ തന്നെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗത്ത് അവിടെ കൃത്യമായി കാണാൻ സാധിക്കുന്നത് യോശുവയ്ക്ക് കൃത്യം ഒരു ടാലന്റ് ദൈവം നൽകിയിട്ടുണ്ട്. ഹി ഈസ് എ ഫിസിക്കൽ മാൻ ഇൻ ബാറ്റിൽ. മാൻ ഇൻ ബാറ്റിൽ എന്ന് പറയുന്ന ആ ഒരു ഫിസിക്കൽ ട്രെയിനിങ് ഉള്ള, ശക്തിയുള്ള, ബലമുള്ള ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത്, ഈ ബാറ്റിലേക്ക് നയിക്കുന്നത് മോശ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മോശയോ, ഹി ഈസ് എൻ ഒബീഡിയന്റ് മാൻ ഓഫ് ഗോഡ് വിത്ത് എ ലിസ്ണിംഗ് ഇയർ. മാൻ ഇൻ ഒബീഡിയൻസ് വിത്ത് ഗോഡ്, ദൈവത്തെ കൃത്യമായി മനസ്സിലാക്കുകയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി മോശ എന്നിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. മൂന്നാമത്തെ വ്യക്തികൾ എന്ന് പറയുന്നത് അഹറോണും ഹൂറും. അഹറോൺ മോശയുടെ ശബ്ദമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ടുഡേ ഇൻ ദിസ് പർട്ടിക്കുലർ സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവര് മാൻ ഓഫ് ആക്ഷൻ ആയിട്ടാണ്, മെൻ ഓഫ് ആക്ഷൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പല ടാലന്റുകൾ ഉള്ളവർ ഒരുമയോടെ വരുമ്പോൾ അത് ജയിക്കുന്നതിന്റെ ആദ്യത്തെ പടിയാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ ജിബി പറഞ്ഞപ്പോൾ പറയുകയാണ്, നമ്മുടെ യുവജന സഖ്യത്തിന് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. യുവജന സഖ്യത്തിലെ എല്ലാവരും അങ്ങോട്ട് മുന്നോട്ട് വരുന്നില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, when we come together with different talents, നമുക്ക് എല്ലാവർക്കും പല ടാലന്റുകൾ ദൈവം നൽകി തന്നപ്പോൾ ആ ടാലന്റുകളെല്ലാം ഒരുമയോടെ ടുഗദർനെസ്സിൽ നമ്മൾ വരുമ്പോൾ that starts our journey towards winning. ദൈവത്തിന്റെ അടുക്കിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു പടിയാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. സോ ആർ യു റെഡി ടു ടേക്ക് അപ്പ് ദാറ്റ് ചാലഞ്ച്? രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് when we stand together, it's called as progress. രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ആണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ എല്ലാവരും ഒരുമയോടെ ഒരു പർട്ടിക്കുലർ കോസിന് വേണ്ടി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേലിയർ അല്ലെങ്കിൽ മോശ, യോശുവ, അഹറോൺ, ഹൂർ ഇവരുടെ എല്ലാവരുടെയും ഒറ്റ ഒരു കോസ് ആയിരുന്നു. എന്തായിരുന്നു കോസ്? ടു വിൻ അഗൈൻസ്റ്റ് ദി അമലേക്കൈറ്റ്സ്. അപ്പോ അവരുടെ അഗൈൻസ്റ്റ് ജയിക്കണം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ എല്ലാവരുടെയും ടാലന്റ് വേറെ വേറെ ആയിരുന്നു. എന്നാൽ ആ ചാലഞ്ച് എല്ലാവരും കൃത്യമായി നിറവേറ്റിയപ്പോൾ അവർക്ക് അവിടെ ജയം നൽകുന്നതായിട്ട് കാണാൻ സാധിക്കും. ദാറ്റ് ഇസ് പ്രോഗ്രസ്. എന്നാൽ ഈ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു പ്രോബ്ലം? ആ പ്രോബ്ലം കൃത്യമായിട്ട് വാക്യം 19 എഴുതിയിട്ടുണ്ട്. 19 പറയുകയാണ്, എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നിയപ്പോൾ അവർ ഒരു കല്ലെടുത്ത് വെച്ച് അവൻ
അതിന്മേൽ ഇരുന്നു. അഹ്റോനും ഹൂറും ഒരുത്തൻ ഇപ്പുറത്തും ഒരുത്തൻ അപ്പുറത്തും നിന്ന് അവന്റെ കൈ താങ്ങി. അങ്ങനെ അവന്റെ കൈ സൂര്യൻ അസ്തമിക്കും വരെ ഉറച്ചു നിന്നു. അപ്പോ പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നമാണ്, ഒരു പ്രോബ്ലം നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് the stick becomes heavy. അപ്പോ അവിടെ ആ വാക്യം കൃത്യമായിട്ട് പറയുകയാണ്, എന്നാൽ മോശയുടെ കൈക്ക് ഭാരം തോന്നി. എന്താണ് ഈ കൊച്ചു സ്റ്റിക്ക് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാരം തോന്നിയത്? നമ്മള് ഫിസിക്സ് എല്ലാം പഠിച്ചവരാ അല്ലെ? അച്ഛൻ പറഞ്ഞു ഞാനും എന്തോ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച് വന്നതാണ്, അതുകൊണ്ട് ഫിസിക്സ് ഒക്കെ അന്നും പഠിച്ചു, ഇപ്പോഴും കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ ഫിസിക്സിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ വെയിറ്റ് അല്ലെങ്കിൽ ഹെവി എന്ന് പറയുമ്പോൾ വെയിറ്റ് ആണ്. അപ്പൊ വെയിറ്റിന്റെ ഡെഫിനേഷൻ എന്താണ്? വെയിറ്റ് is defined as a force exerted on a body by the gravitational force. Gravitational force എങ്ങോട്ടാണ് നമ്മളെ പുൾ ചെയ്യുന്നത്? pulls the body down. താഴോട്ടാണ് നമ്മളെ പുൾ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ് പലപ്പോഴും നമ്മളെ ചെയ്യുന്ന ഒരു പ്രവണത, ഒരു പ്രോസസ് എന്ന് പറയുന്നത് it always pulls you down. അപ്പോ when you are pulled down, what happens is your progress is stopped. നമുക്ക് മുന്നോട്ട് അയാനുള്ള സമയം, നമുക്ക് മുന്നോട്ട് അയാതെ പോകാൻ ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തന്നെ നിറയുന്നു എന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ബട്ട് the wonderful thing here is നമ്മുടെ ജീവിതത്തിലും ഇതേ സംഭവമാണ് സംഭവിക്കുന്നത്. ഇന്നിപ്പം ജിവി പറഞ്ഞതുപോലെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആരുടെ ജീവിതത്തിലാണ് പ്രോബ്ലം വരാത്തത്? ഫസ്റ്റ് ഈ വെയിറ്റ് വലുതായിട്ടൊന്നും തോന്നുന്നില്ല. അതാണ് ജിബി കൃത്യമായിട്ട് ഓർപ്പിച്ചത്. ആദ്യം പോകുമ്പം നോ പ്രോബ്ലം, ഇച്ചിരി ഉള്ളല്ലോ, ഇച്ചിരി കുഴപ്പമില്ല, അത് നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വെച്ച് വരുമ്പോഴത്തേക്ക് ഫോർ എ ലോങ്ങർ ടൈം വാട്ട് ഹാപ്പൻസ് ഇസ് ഈ പ്രോബ്ലം ബിക്കംസ് ടു ഹെവി ഫോർ us ടു ഹാൻഡിൽ. നമുക്ക് സ്വന്തമായിട്ട് ഈ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാതെ വരുന്ന സമയത്താണ് നമ്മൾ ഓർക്കേണ്ടത്. ഈ ഭാഗത്ത് കൃത്യമായി അവിടെ ഓർമ്മിപ്പിച്ചതുപോലെ അഹ്റോനും ഹൂറും അവിടെ മോശയുടെ കൈ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് when you act together we win. നമ്മൾ ഒരുമയോടെ ദൈവത്തിന്റെ പേർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കുമ്പോൾ നമുക്ക് ജയിക്കാൻ സാധിക്കും. അഹ്റോനും ഹൂറും ഇവിടെ ഒരുമിച്ച് റിയാക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വാക്യത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, മോശയുടെ കൈ ഭാരം ഏറിയതായി പോയി എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറയുന്നില്ല എന്നാ മോശ പറഞ്ഞു അഹ്റോനെ ഹൂറെ ഇങ്ങ് വാ, ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് കല്ല് ഇങ്ങോട്ടൊന്ന് ഉരുട്ട് എന്നൊന്നും പറഞ്ഞില്ല. What they did is they understood, they knew that Moses was having a problem. They knew that Moses was in pain. They knew that Moses' hand, if it comes down, they will lose the battle. എന്ന് അവർക്ക് അറിയായിരുന്നു. അപ്പോൾ അവർ അത് മനസ്സിലാക്കിയപ്പോൾ അവര് ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. So this is something that we need to learn in our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കുകയാണ് അവര് പറയട്ടെ, അവര് പറഞ്ഞിട്ട് ഞാൻ സഹായിച്ചാ പോരെ, അവന് പ്രയാസമുണ്ടെങ്കിൽ അവൻ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവും അവന് പ്രയാസമുണ്ടെന്ന് എന്ന് ചിന്തിച്ച് മാറി നിൽക്കുന്നവരായിട്ടല്ല. എന്നാൽ ആ മനുഷ്യന് പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തമായിട്ട് ഇറങ്ങി തിരിഞ്ഞ് അതിനെ സഹായിക്കത്തക്കവണ്ണം ഈ രണ്ടു പേർക്ക് സാധിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. That is what we say. We need God's spirit in us so that we can realize where we need to take that initial step. Apo they acted together. They brought a stone, help him to sit, and then what they did is they held on to his hands and supported him till evening എന്നാണ് പറയുന്നത്. അവര് ജയിക്കുന്നത് വരെ ആ കൈ പിടിച്ചുകൊണ്ട് അവര് അവിടെ നിന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. This is our Christian responsibility. ഇത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ശോധന ചെയ്യാൻ മാത്രമാണ് ആഗ്രഹിച്ചത്. 3 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിച്ചത്. നമുക്ക് ദൈവം നൽകി തരുന്ന ക്രിസ്ത്യൻ റെസ്പോൺസിബിലിറ്റീസിലെ 3 കാര്യങ്ങൾ. പീപ്പിൾ വിത്ത് ഡിഫറെന്റ് ടാലന്റ്സ് നീഡ് ടു കം ടുഗദർ. അതൊരു തുടക്കമാണ്. ആ തുടക്കത്തിന്റെ ഭാഗമായി തീരുവാൻ നമുക്ക് സാധിക്കണം എന്ന് ഇവിടെ മോശയും യോശുവയും ഓർമ്മിപ്പിക്കുകയാണ്. When they stood together,
they could find that there was progress in their life. അവരുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ട് അവർ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പ്രോബ്ലം അവരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. When they started the progressing step, they found problem in their life. ആ പ്രോബ്ലം വന്നപ്പോൾ ആ പ്രോബ്ലം അതിജീവിക്കുന്ന രീതിയിലുള്ള ആക്ഷനിലേക്ക് അവരെ തന്നെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. And when they acted together, they won. Together we can win എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഹെൻറി ഫോർഡ്. Coming together is a beginning. Staying together is progress. And working together is success. Ecclesiastes chapter 4 verse 9 and 10 says, two people are better than one, for they help each other succeed. If one falls, the other can reach out and help. But if he falls alone, he is in real trouble. ഇതെല്ലാം നമ്മുടെ വേദപുസ്തകം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഞാൻ എന്റെ കഴിവുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കുക മാത്രമല്ല. There are many talents that God has given us. യോശുവയ്ക്ക് ടാലന്റ് ഉണ്ടായിരുന്നു. He could battle, but he could not win the battle unless and until Moses' hand was high up in the air. And Moses' hand could be high up in the air only because Aaron and Hur did what they really did. അവര് മോശ പെയിനിലാണ്, പ്രോബ്ലമിലാണ്, ട്രബിളിലാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ സ്വന്തമായിട്ട് ഇറങ്ങി തിരിഞ്ഞ് മോശയ്ക്ക് ഒരു സഹായമായി തീർന്ന ആ ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. ടുഗെദർ വി ക്യാൻ വിൻ. ദൈവം നമ്മളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. When you come together as a wonderful family, as wonderful people coming together with different talents, that is the beginning of winning. When you understand that you have a part and parcel of this wonderful experience that God has created in us, that becomes our Christian responsibility. അത് നമ്മുടെ ദൈവിക ഉദ്ദേശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ, ജയിക്കുവാനുള്ള വ്യക്തിഗതമായ ഒരു കഴിവ് ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് ഓൺലി ടുഗെദർ ദാറ്റ് വി ക്യാൻ വിൻ. അതിനായി നമ്മുടെ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ദൈവമായ കർത്താവ്, തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമയോടെ ഈ ഒരു പ്രത്യേക സമയത്ത് ഞങ്ങൾക്ക് ഈ പ്രതിസന്ധിയുടെ വേളയിൽ ഞങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ ദൈവമേ നീ അവിടുന്ന് ഒരുക്കിയതിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല കഴിവുകൾ തന്നവരാണ് കർത്താവ് ഞങ്ങൾ എല്ലാവരും. ഈ കഴിവുകളൊക്കെ ഒരുമയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ, അതൊരു തുടക്കത്തിന്റെ ഭാഗമായി തീരുന്ന ഒരു അനുഭവത്തിലായിരുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ അവിടുന്ന് സഹായിക്കണം. ഒരുമയോടെ നിൽക്കുവാൻ, ഒരു പർട്ടിക്കുലർ കോസിന് വേണ്ടി നിൽപ്പാൻ ഞങ്ങളെ എല്ലാവരെയും നീ അവിടുന്ന് ശക്തീകരിക്കണം. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു പേർപ്പസ് നൽകി തന്നിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രോബ്ലംസ് വരുമ്പോഴൊക്കെ ഒരുമയോടെ ആ ടുഗെദർനെസ്സിൽ ഈ പ്രോബ്ലംസിനെ എല്ലാം അതിജീവിക്കുവാൻ ദൈവമേ നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ യാചിക്കുന്നു. ലോകത്തിന്റെ പല പ്രശ്നങ്ങൾ ഞങ്ങളെ താഴോട്ട് പുൾ ചെയ്യുമ്പോൾ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, ദുഃഖങ്ങളിൽ ദൈവം എപ്പോഴും ഞങ്ങളുടെ കൂടുണ്ട്, ഞങ്ങളെ വഴിനാട്ടിയായി ഞങ്ങളുടെ കൂടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിപ്പാൻ ദൈവമേ നീയോട് ഞങ്ങളെ സഹായിക്കണമേ. ഒരുമയോടെ ഞങ്ങൾ നിന്നാൽ ദൈവമേ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് നൽകി തരുന്ന വലിയൊരു ദൗത്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ആക്ട് ചെയ്യാൻ, റിയാക്ട് ചെയ്യുവാൻ ദൈവമേ നീയോട് ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന നീ അവിടുന്ന് കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. Thank you once again for this wonderful fellowship. പ്രത്യേകിച്ച് അച്ഛന്മാർ രണ്ടുപേരെയും നിങ്ങളെല്ലാവരെയും ദൈവം അവിടുന്ന് സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. കൂടുതൽ ഈ പ്രാർത്ഥനകളുടെയും ഒരുമയോടെയും ഫെലോഷിപ്പിലൂടെയും നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ സാധിക്കട്ടെ എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയും ചെയ്യുന്നു. ജിനു അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇന്ന് വൈകുന്നേരം നമുക്ക് 8 മണിക്ക് നമ്മുടെ കൊച്ചി യൂത്ത് മിനിസ്ട്രിയുടെ ഭാഗമായി ഒരു ടോക്ക് ഉണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഹോൾഡ് ഓൺ സീരീസിന്റെ ഭാഗമായ ഹോൾഡ് ഓൺ ഫോർ എ മിഷൻ എന്ന് പറയുന്ന ജേക്കബ് കെ സാമുവൽ അച്ഛൻ നമ്മുടെ ഉത്കൽ മിഷൻ ഒറീസയിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. നമ്മളെല്ലാവരും യൂത്ത്സ് എല്ലാവരും ഒരുമിച്ച് ഈ ഒരു പ്രോഗ്രാമിൽ, ഒരു ടോക്കിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്ന് ചേരണം എന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർപ്പിക്കുകയും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് അച്ഛൻ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. നമുക്ക് ഇന്ന് വൈകുന്നേരം നല്ല 2 സെഷനാണ്. ജിബിയിൽ നിന്നും പ്രിയപ്പെട്ട
ബെൻസി അച്ഛനിൽ നിന്നും ലഭിച്ചത് നമുക്ക് വളരെ ആപ്റ്റായിട്ടുള്ള രണ്ട് സന്ദേശങ്ങളാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റിയൊരു വേദി കൂടിയാണ്. നമുക്കൊരു കുറച്ച് മിനിറ്റ് അതിനുവേണ്ടി കൂടെ ഒന്ന് ഉപയോഗിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആരുമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകും. ഓക്കെ, ഫെബി ഇപ്പോൾ വോട്ട് ഓഫ് താങ്ക്സ് പറയും. ഗുഡ് ഈവനിങ് എവ്രി വൺ. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോട് സംസാരിച്ച ജോൺ ഗീവർഗീസ് അച്ഛനോടും ജിബി അച്ഛനോടും ശാലിയ മാർത്തോമ യുവജന സഖ്യത്തിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. Thank you so much, Achin and Jibi Achin, for taking the time out of your schedule to talk to us. Especially, we know that we are going through such a difficult situation, a crisis, not just in terms of COVID, but also other social and political issues that have an impact on us as a society and us as a youth. So the lessons that you have imparted on us holds true and is of utmost importance right now. So thank you so much for sharing your thoughts, and we hope that this fellowship that we have today keeps growing, and we pray to God that He leads the way for us to follow, and together we hold on to Him and hold on to each other as well. So thank you, Achin. Thank you, Divya Chicha. Okay, thank you, Fabi. ഇനി നമ്മൾ